നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു സ്ഥലം ലോകത്തെ ഏറ്റവും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ദുബായ്. ഭംഗി, മണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ തോന്നുന്ന പൂക്കളാണ്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യത്ത് എത്തുകയും ഇന്ന് ഗൾഫ് രാജ്യത്തിൽ ദുബായിൽ മാത്രമല്ലാതെ അബുദാബി, UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ജീവിതത്തിലും അദ്ദേഹം ഏതാണ്ട് 30 വർഷം മുമ്പ് വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുവാനും അത് പഠിച്ചെടുക്കുവാനും നമുക്കുണ്ട്. ഇന്ന് നല്ലൊരു മണമുള്ള ഒരു എപ്പിസോഡായിട്ട് മാറുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും താങ്കളുടെ ബ്ലെസ്സിങ്സോടുകൂടി പരിപാടി തുടങ്ങാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഇന്ന് ഞാൻ ക്ഷണിക്കാൻ പോകുന്ന നമ്മുടെ അതിഥി ജെന്നി ഫ്ലാസ് ഇൻ്റർനാഷണലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ജെന്നി ജോസഫാണ്. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഇന്നൊരു മലയാളി, വീണ്ടും ഒരു മലയാളിയെ കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇപ്പം എൻ്റെ മനസ്സിൽ. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും ഈ മലയാളിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവുക? കുറേ നല്ല കാര്യങ്ങളായിരിക്കും, കുറേ ഒരുപാട് നമുക്ക് സങ്കടം തോന്നിക്കുന്ന കാര്യം. എങ്കിലും അത് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർക്ക് ഇത്രയും നല്ലവരായ നമ്മുടെ മലയാളികൾ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അത് കാണണം എന്ന് തോന്നുന്നത് ഗൾഫിലാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് യുവർ ലൈഫ് സ്റ്റോറി ഫ്രം യുവർ ചൈൽഡ്ഹുഡ്. സാറിൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? ശരിക്കും ഞങ്ങളുടെ ബേസ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മാഞ്ഞൂർ എന്നൊരു കൊച്ചു ഗ്രാമമാണത്. മാഞ്ഞൂർ ഇപ്പോഴും ഞാൻ പറയുകയാണ്, എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ 80 വർഷം മുമ്പ് അവിടുന്ന് കാഞ്ഞങ്ങാടേക്ക് താമസം വന്നു. അന്നത്തെ വീടുകളും റോഡും അല്ലാതെ യാതൊരു മാറ്റവും സംഭവിക്കാത്ത ഒരു സ്ഥലം മാഞ്ഞൂർ മാത്രമേ. ഇപ്പോഴും നോ ചേഞ്ചസ് ഇൻ റോഡ്സ് ഓർ ബിൽഡിങ്സ്. കുറച്ച് പുതിയ വീടുകൾ വന്നിട്ടില്ലാതെ ഒരു കണ്ടം പാടത്തിൻ്റെയൊക്കെ കരയിലുള്ള ഒരു ചെറിയൊരു ഇത്. അവിടെ ഞങ്ങളുടെ ക്നാനായ ഫാമിലി മീൻസ് ഞങ്ങളുടെ ക്രിസ്ത്യൻസ്, ആ പള്ളിയും അതിൻ്റെ ചുറ്റും ഈ ക്നാനായ ഫാമിലി മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് കുറച്ച് ഹിന്ദുസും ക്രിസ്ത്യൻസും മതമൈത്രിയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിച്ചത്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് കൗതുകം തോന്നുന്നു ആ സ്ഥലം കാണുവാൻ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സിനിമയിൽ പോലും പഴയ കാലഘട്ടം എടുക്കുവാൻ അവർ സെറ്റ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. പക്ഷെ സെറ്റ് ഇടാതെ അതേമാതിരി തന്നെ നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടുന്ന് സാറിൻ്റെ കൊച്ചു മനസ്സിൽ ആ ബാല്യകാലം അത് അവിടുന്ന് തന്നെ മനസ്സിൽ ഈ കല എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇറ്റ് ഇസ് ട്രൂ വെച്ചാൽ എന്നോട് ഇപ്പോൾ എത്ര ഇൻ്റർവ്യൂസ് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പം ഐ ഓൾവേസ് സേ ദാറ്റ് അവിടെ ഒരു പള്ളിയുണ്ട്. ഞാൻ പറയില്ല, പള്ളി അമ്പലമായിട്ട് ഐ യൂസ് ടു അറ്റാച്ച്. അമ്പലത്തിൽ എപ്പോഴും ഞാൻ പോകുമായിരുന്നു. അവരുടെ ആ കളികളും വേലകളി അല്ലെങ്കിൽ അതൊക്കെ എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തു. അതേപോലെ പള്ളിയിലൊരു ഇതുണ്ട്, ഫ്ലവേഴ്സ് ഇങ്ങനെ വെക്കുക എന്നുള്ള തറയിലൊരു ഇതുണ്ടല്ലോ. അപ്പം എനിക്ക് മാതാവ് വണക്കം ഇങ്ങനെ ഓരോ വണക്ക മാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പൂവിടാനുള്ള ഒരു എന്താ പറയുക ഒരു ഇഷ്ടം നന്നായിട്ട് തോന്നുന്നത്. അപ്പം അതിന് ഫ്ലവേഴ്സ് ഗാർഡൻ വളർത്തുക എന്നുള്ളൊരു പ്രക്രിയ വേണം. അതിന് അമ്മ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു ഗാർഡനിൽ. അപ്പം ഞാൻ ശരിക്കും പ്രകൃതിയായിട്ട് ഇഴുകിച്ചേർന്ന് വളരെ ചെറുപ്പത്തിലും ഈ അമ്മയ്ക്ക് 10 മക്കളാണ്. പക്ഷെ ആരും എനിക്ക് തോന്നുന്നില്ല ഇതിലേക്ക് ഇങ്ങനൊരു എൻ്റെ ശരിക്കും ഹോബി വൈകുന്നേരം ആകുമ്പോൾ ഗാർഡൻ്റെ വെള്ളം ഒഴിക്കുക, പൂ വളർത്തുക, ആ ഫ്ലവർ പൊട്ടിച്ചിട്ട് പള്ളിയിൽ കൊണ്ട് വെക്കുക, ആൾത്താരയിൽ മാതാവിന് പൂവിടുക. ഇറ്റ് വാസ് ഒരു ചെറുപ്പത്തിൽ വളരെ മേ ബി 5 years. നമ്മുടെ ഫ്ലവേഴ്സ് എന്ന് പറയണത്
ജനിക്കുമ്പം മുതൽ മരിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ ഡെയിലി ജീവിതത്തിലുണ്ട് അത്. പക്ഷേ ഇന്ത്യൻ നോളജ് മേ ബി അറിവുകൾ അതിലേക്ക് പഠിച്ചിട്ടില്ല. പക്ഷെ വെസ്റ്റേൺ കൺട്രീസ് ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കാതെ തന്നെ എക്സാമ്പിൾ ഇപ്പൊ മദേഴ്സ് ഡേ എന്ന് പറയുന്നത്, നമുക്ക് മദേഴ്സ് ഡേ ഇല്ലെങ്കിലും അമ്മ ഭയങ്കര സ്നേഹമാണിത്. പക്ഷെ യൂറോപ്യൻസിന് അങ്ങനെ ഒരു 15 വയസ്സ് സെപ്പറേറ്റഡ് ആണ്, അതുകൊണ്ടാണ് അവർ മദേഴ്സ് ഡേസ് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് നമ്മുടെ ജീവിതത്തിൽ നിത്യം ഓരോ കാര്യത്തിന് എഫക്റ്റഡ് ആണത്. പക്ഷെ അത് ഇതുവരെ അതിനൊരു സെപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ സെപ്പറേഷൻ ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഫ്ലവേഴ്സ് ഇല്ലാതെ ഒരു ജീവിതം നമുക്കിപ്പം എക്സാമ്പിൾ ജനിക്കുമ്പം നമ്മൾ ഫ്ലവേഴ്സ് ഇടും, അല്ലെങ്കിൽ മരിക്കുമ്പോഴും ഫ്ലവേഴ്സ് ഇടും, കൊച്ചിന് പേരിടുമ്പോഴും ഫ്ലവേഴ്സ് ഇടും, പൂജയ്ക്ക് എല്ലാത്തിനും ഡെയിലി ഫ്ലവേഴ്സ് വേണം. പക്ഷെ എന്തെങ്കിലും ഫ്ലവേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അതിന്റെ കളേഴ്സ് കോമ്പിനേഷന് അത് നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം എഫക്ട് ചെയ്യുന്ന പഠിച്ചിട്ടില്ല. ആസ് എ സെഡ് ഞാനിപ്പോ ചെറുപ്പത്തിൽ മാതാവിന് ഇടുമ്പം ആ പൂ എന്തുമാത്രം എന്നെ വശീകരിച്ചിട്ടുള്ളത് ഒരു പഠിക്കുകയാണെങ്കിൽ അതൊരു വലിയ പുസ്തകമാണത്. അല്ലെങ്കിൽ നോർമൽ എല്ലാവരും, നിങ്ങളും പൂവിടും, ഞാനും പൂവിടും, എല്ലാവരും പൂവിടും. നമ്മൾ രാവിലെ പോകുമ്പോൾ നിങ്ങൾ ഇവിടെ തുളസി വെക്കുന്നുണ്ട്. ആ തുളസിക്കതിര് വെക്കുന്നത് എന്തിനാന്നുള്ളതോ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള നിങ്ങൾ പഠിച്ചിട്ടില്ല അത്. And I think you are very much emotionally attached with it in depth. Because എന്താ വെച്ചാൽ അങ്ങനെ ഒരു എമോഷണലി, ബിക്കോസ് സാർ പറഞ്ഞ ഒരു ഡീപ്പ് കൾച്ചർ ആണ് എന്ന് പറഞ്ഞു ഫ്ലവേഴ്സ് എന്ന്. എന്താ പറയുക, ഡീക്കേഡ്സ് ഓവർ ഡീക്കേഡ്സ് അല്ലെങ്കിൽ ഒരു എറ എത്രയാണെങ്കിൽ ഫ്ലവേഴ്സ് വാസ് എക്സിസ്റ്റിംഗ്, ഈവൻ ടുഡേ എക്സിസ്റ്റിംഗ് ആൻഡ് ടുമോറോ ഇറ്റ് വിൽ എക്സിസ്റ്റ്. ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയുന്ന കമ്മോഡിറ്റി മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്തൃ സംസ്കാരമുള്ള മാർക്കറ്റിൽ ഇന്നിപ്പോ ഒരു ഫുഡ് പ്രൊഡക്ട്സ് ചെയ്ത് നാളെ അതിന് ഡിമാൻഡ് ഇല്ലാതെ വരും. ബിക്കോസ് ഇറ്റ് ഇസ് ഗോയിങ് ടു എക്സ്പയർ അല്ലെ. ഈ ഒരു സാധനത്തിന് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. സാർ നേരത്തെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞ തുളസിക്ക് അത് തലയിൽ വെക്കാൻ അതിന് സയന്റിഫിക് എന്താണ് അതിന്റെ I'll tell you, ഇപ്പൊ പൂജാ ഫ്ലവേഴ്സിന് ഇപ്പൊ ഇന്നിപ്പോ സയൻസ് ഇപ്പൊ ഓർക്കിഡ്സിനൊക്കെ ഇപ്പൊ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ പൂജാ ഫ്ലവേഴ്സിന് നമ്മളുടെ ഇപ്പൊ എക്സാമ്പിൾ പറയാം, ചെത്തി ചെമ്പരത്തി ഇല്ലേ, അത് ദുർഗയ്ക്ക് മാറുള്ളൂ. കാരണം ചെമ്പരത്തി ഹാർഡ് കളറാണത്. നിങ്ങളുടെ ശരീരത്തെ BP കൂട്ടാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് രൗദ്രം ഇതാണത്. നിങ്ങൾ ശരിക്കും അനലൈസ് ചെയ്ത് ദുർഗ രൗദ്രകാളി അല്ലേ. അപ്പം സൈക്കോളജി ഇപ്പം ഈ മനരോഗമുള്ളവർക്കൊക്കെ ദേ യൂസ് ടു കീപ് എന്ന് പറയില്ലേ ചെമ്പരത്തി ഇവിടെ വെക്കുന്നില്ല. ഇറ്റ് ഈസ് എ മനസ്സിനെ അത് വല്ലാണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല അത്. ഇപ്പം നമ്മൾ ഹോട്ടൽസിലൊക്കെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പം ചെമ്പരത്തി ഒരിക്കലും വെക്കില്ല, നോർമലി കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ അത് ഈ BP ഉള്ള റൂമിൽ വെക്കാൻ പാടില്ല, അത് ദേഷ്യം ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് സിംബോളിക് ആയിട്ട് രൗദ്രഭാവം എന്ന് വെച്ചാൽ കഥകളിയിലൊക്കെ ഉള്ള പോലെ നിങ്ങൾ കുറേ ചെമ്പരത്തിപ്പൂ നടുക്ക് വെച്ചിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മളെ ദേഷ്യം ഈ കാളയുടെ ചുവപ്പ് കളർ ചാളയുടെ രൗദ്രം എന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഈ തുളസി ഇപ്പൊ മുല്ലയുടെ ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മോഡേൺ ഇതിനകത്ത് ഇപ്പം ഈ ഹോട്ടലിലൊക്കെ ഹണിമൂൺസ് യൂറോപ്യൻസിന്റെ ഒക്കെ ഹണിമൂൺസ് ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പറയും. ചില അവരുടെ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു 14 വയസ്സ് 15 വയസ്സാകുമ്പോൾ ദേ ആർ ഓപ്പൺ അല്ലെ. അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ വികാരങ്ങളെല്ലാം ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു. വെൻ ദേ ഗെറ്റ് മാരീഡ് പ്രകൃതി പ്രകൃതിയില് എങ്ങനെയാന്ന് അഗെയിൻ എക്സ്പ്ലെയിൻ ഹൗ ദ പ്രകൃതി വരുന്നത് വെച്ചാൽ ഇപ്പം നമ്മളെ കുടിയന്മാരോട് ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്നത്, ഞാൻ ഐ യൂസ് ടു കൗൺസിൽ കുടിക്ക് വരെ ഇപ്പം 6 മണി തൊട്ട് 8 മണി വരെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതി നമ്മളെ പ്രകൃതിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും വെച്ചാൽ നമ്മുടെ ഇണയുടെ അടുത്തേക്കും കുട്ടികളുടെ അടുത്തേക്കും. ഈ 6 to 8 നമുക്ക് ഫാമിലി ഇല്ലാത്ത ബാച്ചിലേഴ്സ് ആണ് കൂടുതൽ ലഹരിയിലേക്ക് പോവുക. എന്നുവെച്ചാൽ ദേ ഡോണ്ട് ഹാവ്, അവരുടെ കൂടെ ഇണകളില്ല, അവരുടെ സംസാരിക്കാൻ ആളില്ല. എന്ത് പ്രകൃതിയുടെ നിയമമാണത്. ലൈക്ക് ദാറ്റ് ഫ്ലവേഴ്സ് മുല്ലപ്പൂ എന്ന് പറഞ്ഞൊരു ഇതിന് ഒരു മൂഡ് ക്രിയേറ്റ് സെക്ഷൽ മീൻസ് വികാരം എന്ന് വെച്ചാൽ ഞങ്ങളോട് പറയുന്നത്. അപ്പൊ ഞാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യണത്. ഈ സെയിം സാധനം നമ്മളെ
തമിഴ്നാട് മാർക്കറ്റിൽ ആണുങ്ങൾ വൈകുന്നേരം 25 രൂപയുടെ ഒരു മുഴുവൻ മുല്ലപ്പൂ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എവറി ഇയർ ദേ ഗെറ്റ് ചൈൽഡ്. ട്രൂ സയൻസ് ആണത്. ഇതിപ്പോ സർ ഇത് പറഞ്ഞ കാര്യം അത് ഐ ഹാവ് സം മോർ പോയിന്റ്സ് ആഡിങ് ടു ദാറ്റ്. ഈ തമിഴ്നാട്ടിൽ ഉള്ളത് തന്നെ ഈ മുല്ലപ്പൂവിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഒരുപാട് ടെൻഷനായിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്ന ഭർത്താവിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കുവാൻ ആ ഭർത്താവ് കൊണ്ട് ചെല്ലുന്ന ആ മുല്ലപ്പൂവിന് പവർ. അല്ല, അതിന്റെ സയൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുല്ലപ്പൂ ശ്വസിക്കുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു അനദർ വേൾഡ്. പക്ഷെ നമ്മളുടെ ആണുങ്ങളോ പെണ്ണുങ്ങളോ അനലൈസ് ചെയ്യാറില്ല അത് നോർമലി. ബിക്കോസ് അത് എവിടെയാണ് അനലൈസേഷൻ നടക്കാന്ന് ഇത് ഇല്ലാത്ത സ്ഥലത്ത്. കാരണം ഇത് നമ്മുടെ പ്രകൃതിയിലുണ്ട്. നമ്മുടെ മുറ്റത്ത് മുല്ലപ്പൂ റൂമിൽ പറിച്ചു. ഇതില്ലാത്ത അവസരങ്ങളിൽ ഇവിടുന്ന് എൻ്റെ അടുത്ത് വരാറുടെയും കൊച്ചുങ്ങൾക്ക് മുലപ്പാൽ വരാത്തപ്പം ദേ യൂസ് ടു ടേക്ക് അത് വെക്കുമ്പം പാല് ചേർത്തുന്നവരെ. അപ്പൊ അത് സയൻസ് ആണ്. ഇതാണ് തുളസിയുടെ. തുളസിക്ക് ഒരുപാട് നമ്മളിവിടെ ചൂടുമ്പം നമ്മളുടെ മോസ്കിറ്റോസ് അല്ലെങ്കിൽ അശുദ്ധ ജീവികൾ അകൽത്തും അത് ഒത്തിരി അതുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണത്. അത് ഹോളിയാണത്. മുല്ലപ്പൂ തുളസി എന്ന് പറയുന്നത് മുല്ലപ്പൂ ഇൻ ദ ഈവനിങ്, തുളസി ഇൻ ദ മോർണിംഗ്. മോർണിംഗ് നമ്മൾ പരിശുദ്ധരാണ് അല്ലേ. നമ്മുടെ മനസ്സിങ്ങനെ പരിശുദ്ധിയിലേക്ക് വന്ന് ഡേർട്ടിയായ ദേയിലേക്ക് തിരുന്ന് വൈകുന്നേരം ആകുമ്പോൾ ബോഡി എവിടെ പോകണം? വീട്ടിലേക്ക് പോകണം. സോ രാവിലെ തുളസി എന്നാലും രാത്രിയിൽ രാഗങ്ങൾ പോലെ തന്നെ മ്യൂസിക്കിൽ മോർണിംഗ് രാഗാസ് ഉണ്ട്, ഉച്ചയ്ക്കുള്ള രാഗമുണ്ട്, വൈകുന്നേരമുള്ള രാഗമുണ്ട്. വൈകുന്നേരമുള്ള രാഗം മോർണിംഗിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസ്റ്റ് ഔട്ട് ആയിപ്പോ. സെയിം തിങ്സ്. സ്റ്റിൽ ഐ ആം ഡൂയിങ് ദ ടീച്ചിങ്. അപ്പോൾ ഒത്തിരി കോമ്പറ്റീഷൻസിലൊക്കെ പോകും. അപ്പം ഞങ്ങളുടെ ടീമെല്ലാം എപ്പോഴും ഒരുപാട് പ്രൈസ് ചെയ്യും. പിന്നെ ദിസ് ചിൽഡ്രൻ അല്ലൂരിലെ ഈ കുട്ടികളെ 13 വർഷമായി ഐ യൂസ് ടു ട്രെയിൻ ദം. ഒരു ഫ്ലോറൽ തെറാപ്പി ഐ ക്രിയേറ്റഡ്. ഹൗ ഇറ്റ് ഈസ് അവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഡെയിലി സെയിം ക്ലോത്ത് പാറ്റേൺ കാണുമ്പോൾ കുട്ടികളെ ക്രിയേറ്റീവ്നെസ് വരില്ല. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് ഫ്രഷ് ഫ്ലവേഴ്സ്. അപ്പൊ എന്താ കുട്ടികളെ ഇപ്പൊ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളെ കൈ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും. അവരുടെ ഉള്ളിൽ ക്രിയേഷൻസ് വരണല്ലോ, ഒരു ബോധം. ഇപ്പൊ ഞാനിങ്ങനെ ചെയ്യുമ്പം അങ്കിൾ ഐ വിൽ ഓൾസോ ഡു. അപ്പൊ അവരെ പിടിച്ച് കൈ കൊണ്ട് ഇങ്ങനെ അനക്കി അത് കട്ട് ചെയ്യിപ്പിച്ച് അവരെ ചെയ്യിപ്പിച്ച് കഴിയുമ്പം ദേ ഫീൽ, അവർക്ക് ഫ്രഷ് ആകുമ്പോൾ അത് വാടി പോകുമ്പോൾ ദേ ഫീൽ ഇമോഷൻസ്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് ഈ ഫ്ലവേഴ്സ് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പൂമ്പൊടി പറ്റുമ്പോൾ കൈ വാഷ് ചെയ്യാനുള്ള ഫീൽ ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ്സ് എ ഫ്ലോറൽ തെറാപ്പി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ എന്താ പറയുക ബ്ലെസ്ഡ് ടൈം വിത്ത് us. താങ്ക് യു സോ മച്ച് മിസ്റ്റർ. താങ്ക് യു സോ മച്ച്.